BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഫോർട്ട് കൊച്ചി കടൽ തീരത്തെ മാലിന്യത്തിൽ നിന്ന് ശേഖരിച്ച ചെരുപ്പുകൾ ഉപയോഗിച്ച തീരശുചീകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആകർഷകമായ സെൽഫി പോയിന്റുകൾ ഒരുക്കി. ടൂറിസം ദിനത്തിന്റെ ഭാഗമായി ജില്ലാ ടൂറിസം പ്രൊമോഷണൽ കൌൺസിലും കൊച്ചിൻ ഹെറിറ്റേജ് സോൺ കൺസർവേഷൻ സൊസൈറ്റിയും പ്ലാൻ അറ്റ് എർത്തും ചേർന്നാണ് ഫോർട്ട് കൊച്ചി സൗത്ത് ബീച്ചിൽ സെൽഫി പോയിന്റുകൾ ഒരുക്കിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് ഉദ്ഘാടനം ചെയ്യും. KJ മാക്സി MLA, ഫോർട്ട് കൊച്ചി സബ് കളക്ടർ K മീര, ജില്ലാ ടൂറിസം സെക്രട്ടറി സതീഷ് മീരാൻ, ബോണി തോമസ് എന്നിവർ സംസാരിക്കും. ഒരാഴ്ചയായി ഫോർട്ട് കൊച്ചി ബീച്ച് ശുചീകരണത്തിൽ കായലിലൂടെയും കടലിലൂടെയും ഒഴുകിയെത്തിയ 1300 കിലോയിലധികം ചെരുപ്പുകളാണ് ശേഖരിച്ചത്. ഇതിലെ 100 കണക്കിന് ചെരുപ്പുകൾ ഉപയോഗിച്ചാണ് ചിറകു രൂപത്തിൽ നിറപ്പകിട്ടുള്ള 3 സെൽഫി പോയിന്റുകൾ ഒരുക്കിയത്. പൂക്കൾ, പക്ഷികൾ എന്നീ രൂപങ്ങളും 2ാം ഘട്ടമായി നിർമ്മിക്കും. ടൂറിസം ദിനത്തോടനുബന്ധിച്ച് ബീച്ചിലെത്തുന്ന വനിതകളുടെ കൈകളിൽ സൗജന്യമായി മൈലാഞ്ചിയിടും. മട്ടാഞ്ചേരിയിലെ മൈലാഞ്ചി കലാകാരി ഷിഫാനയുടെ നേതൃത്വത്തിലാണ് മൈലാഞ്ചിയിടൽ. അശ്രദ്ധയും അമിതവേഗവും കാരണം കൊച്ചിയിലെ നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ജില്ലയിൽ 10 മാസത്തിനിടെ 5278 അപകടങ്ങളിൽ ജീവൻ പൊലിഞ്ഞത് 367 പേർക്കാണ്. 6436 പേർക്കാണ് പരിക്കേറ്റത്. ചെറിയ അശ്രദ്ധ പോലും ജീവൻ അപഹരിച്ച കാഴ്ചയാണ് റോഡ് അപകടങ്ങളുടെ കാര്യത്തിൽ കാണുന്നത്. എറണാകുളം സിറ്റിയിൽ മാത്രം 125 പേർ 6 മാസ കാലയളവിൽ മരണപ്പെട്ടു. എറണാകുളം റൂറൽ 242 പേരാണ് മരിച്ചത്. 990 പേർക്ക് ഗുരുതര പരിക്കേറ്റു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അപകടങ്ങളിൽ വലിയ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. അമിതവേഗം, അശ്രദ്ധമായ ഡ്രൈവിംഗ് എന്നിവയാണ് മിക്ക അപകടങ്ങളുടെയും പ്രധാന കാരണം. മദ്യപിച്ചും ഉറക്കമൊഴിച്ചും ഡ്രൈവിംഗ്, രാത്രിയിൽ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യാത്തത്, വാഹനം ഓടിക്കുന്നതിനിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗം, മത്സരയോട്ടം എന്നിവയെല്ലാം അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. റോഡിന്റെ ശോച്യാവസ്ഥയും അപകടങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇരുചക്ര വാഹന യാത്രികർക്കാണ് പലപ്പോഴും അപകടങ്ങളിൽ ഗുരുതര പരിക്കേൽക്കുന്നത്. എറണാകുളത്ത് നിന്ന് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ യാത്രക്കാരിൽ ഭീതി പടർത്തുന്നുണ്ട്. റോഡിലെ തിരക്ക് കണക്കിലെടുക്കാതെയുള്ള പാച്ചിൽ പലപ്പോഴും അപകടങ്ങളിലാണ് കലാശിക്കുന്നത്. നഗരവീഥികൾ നിറഞ്ഞാടുന്ന സ്വകാര്യ ബസ്സുകൾ പലപ്പോഴും കാൽനടക്കാർക്കും ഇതര വാഹനക്കാർക്കും ഭീഷണിയാകാറുണ്ട്. ബസ്സുകൾ പലപ്പോഴും ബസ് ബേകളിലല്ല നിർത്തുന്നത്. ഇതുമൂലം ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാകുന്നതും സാധാരണയാണ്. ഫോർട്ട് കൊച്ചി, വൈപ്പിൻ, ആലുവ, വൈറ്റ്ല, ചിറ്റൂർ, കാക്കനാട് എന്നിവിടങ്ങളിലടക്കം സർവീസ് നടത്തുന്ന ബസ്സുകളുടെ അമിതവേഗം പലപ്പോഴും ഭീതി സൃഷ്ടിക്കുന്നുണ്ടെന്നും യാത്രക്കാർ പറയുന്നു. റോഡുകളിൽ ജീവൻ പൊലിയുന്നവരുടെ കണക്കും പെരുകുകയാണ്. അപകടമുണ്ടാകുമ്പോൾ വഴിപാട് പരിശോധനയിൽ നടപടികൾ ഒതുങ്ങും. റോഡിലിറങ്ങി നിൽക്കുന്ന പോലീസ് ഇരുചക്ര വാഹനക്കാരുടെ പിന്നാലെയാണ്. ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പെറ്റിയടിച്ച് മടങ്ങുകയാണ് അവർ. ബസ്സുകളിൽ കാര്യമായ പരിശോധനയില്ല. പലയിടങ്ങളിലും ഫുട്പാത്തുകളിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ കാൽനടക്കാർക്ക് ഫുട്പാത്തിലൂടെ നടക്കാൻ സാധിക്കുന്നില്ല. നടുറോഡിൽ തോന്നിയ സ്ഥലത്ത് നിർത്തുന്നതും അപകടങ്ങൾക്കും ഗതാഗത കുരുക്കിനും കാരണമാകുന്നുണ്ട്. കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴും കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നതിനുൾപ്പെടെ കാര്യക്ഷമമായ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുന്നതിൽ ജല അതോറിറ്റി വീഴ്ച വരുത്തുന്നതായി ആക്ഷേപം. കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി തീരദേശ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ പറവൂരിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. ജനപ്രതിനിധികൾ ജല അതോറിറ്റി ഓഫീസിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തിയിട്ടും പരിഹാര മാർഗം കണ്ടെത്തിയിട്ടില്ല. ചൊവ്വരയിലെ പമ്പിംഗ് തകരാറാണെന്ന സ്ഥിരം മറുപടിയാണ് പറവൂരിൽ നിന്ന് ലഭിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി പമ്പിംഗ് നിർത്തിവെച്ച് പണി നടത്തിയതായി അറിയിപ്പുണ്ടായിട്ടും കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പറവൂരിൽ കിട്ടുന്ന കുറഞ്ഞ അളവിലെ വെള്ളം വിവിധ സ്ഥലങ്ങളിലേക്ക് പമ്പ് ചെയ്താലും തീരദേശ മേഖലകളിൽ എത്തുന്നില്ല. മറ്റ് ശുദ്ധജല സ്രോതസ് ഒന്നും തന്നെയില്ലാത്ത തീരദേശ മേഖലയിൽ ജനങ്ങൾ ഇതോടെ തീർത്തും ദുരിതത്തിലായി. ചിറ്റാറ്റുകര, വടക്കേക്കരയ്ക്ക് പുറമെ കോട്ടുവള്ളി, ചേന്നമംഗലം പ്രദേശങ്ങളിലും ഗുരുതര കുടിവെള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷ മിനി വർഗി, വിജയ് ഷാക്ബോൾ, PM ആന്റണി, PK ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പറവൂർ, കാരിയാട്, ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ജല അതോറിറ്റി ഓഫീസുകളിലെത്തി ഉദ്യോഗസ്ഥരെ കണ്ട് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ടു. KCB മരമുറിക്കലുമായി ബന്ധപ്പെട്ട് ചൊവ്വര സ്റ്റേഷനിലെ പമ്പിംഗ് ബന്ധപ്പെട്ടതാണ് കുടിവെള്ള ലഭ്യതയുടെ കുറവായി അവർ വ്യക്തമാക്കിയത്. പ്രത്യേകമായി ചൊവ്വരയിൽ നിന്ന് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഡെഡിക്കേഷൻ ലൈനിന്റെ പൂർത്തീകരണത്തോടെ പൂർണ്ണ പ്രശ്നമാകൂ എന്നും ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളെ അറിയിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011172 ബന്ധപ്പെടാവുന്നതാണ്.
സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി എംബോക്സ് സ്ഥിരീകരിച്ചു. എറണാകുളം സ്വദേശി യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ള 29 വയസ്സുകാരനെ വൈകാതെ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. 4 ദിവസം മുൻപാണ് രോഗലക്ഷണങ്ങളോടെ യുഎഇയിൽ നിന്ന് കൊച്ചിയിലെത്തിയ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നേരത്തെ യുഎഇയിൽ നിന്ന് വന്ന മലപ്പുറം സ്വദേശിയായ 38 വയസ്സുകാരന് എംബോക്സ് സ്ഥിരീകരിച്ചിരുന്നു. പനിയും തൊലിപ്പുറത്ത് ചിക്കൻ ബോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടതിനെ തുടർന്നാണ് ആദ്യ നിരീക്ഷണത്തിലാക്കിയത്. പിന്നാലെ എംബോക്സ് സ്ഥിരീകരിക്കുകയായിരുന്നു. റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും തമ്മിലുള്ള കണക്ടിവിറ്റി സാധ്യതകൾ വിപുലപ്പെടുത്തണമെന്ന ആവശ്യവുമായി യാത്രക്കാർ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനെ ആശ്രയിക്കുന്നവരാണ്. ടെർമിനൽ മെട്രോ സ്റ്റേഷൻ കൂടുതൽ പ്രയോജനപ്പെടുന്നത്. എന്നാൽ യാത്രക്കാരുടെ സൗകര്യവും ആയാസരഹിതവുമാകുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളൊന്നും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനും മെട്രോ സ്റ്റേഷനും ഇടയിൽ ഒരുക്കിയിട്ടില്ല എന്നും യാത്രക്കാർ ആരോപിക്കുന്നു. തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുന്ന യാത്രക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ മെട്രോ സ്റ്റേഷനിൽ പ്രവേശിക്കാൻ പറ്റുന്ന വിധം സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലരുവി വേണാട് എക്സ്പ്രസുകളിൽ എത്തുന്ന യാത്രക്കാർക്ക് എറണാകുളം ജില്ലയിലെ പല ഓഫീസുകളിലും പഞ്ചിംഗ് സമയം പാലിക്കാൻ മെട്രോ മാർഗമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പതിവായി രാവിലെ വേണാട് വൈകിയെത്തുന്നതിനാൽ സ്റ്റേഷൻ പരിസരത്തെ ചതുപ്പ് നിറഞ്ഞ വെള്ളക്കെട്ട് ചാടിക്കടന്നാണ് സമയം ലാഭിക്കാനായി മെട്രോ സ്റ്റേഷനിലേക്ക് ഓടുന്നത്. വന്ദേഭാരതിനു വേണ്ടി രാവിലെ പാലരുവി മുളന്തുരുത്തിയിൽ പിടിച്ചിടുന്നതും തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റിയാൽ പാലരുവി നേരത്തെ സ്റ്റേഷനിലെത്തും. ഇത് നല്ലൊരു ശതമാനം യാത്രക്കാർ കൂടി മെട്രോയിലേക്ക് മാറാനും കാരണമാകും. ആവണംകോട്, കാഞ്ഞൂർ, എടനാട്, തിരുവല്ലഞ്ചുഴി ജലസേചന പദ്ധതികളിലെ വൈദ്യുതി ബന്ധം ഭീമമായ വൈദ്യുതി ബിൽ കുടിശ്ശികയെ തുടർന്ന് KCB വിച്ഛേദിച്ചു. ഇതുമൂലം കാലടി, കാഞ്ഞൂർ, ശ്രീമുല്ലനഗര മേഖലയിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലായി. 20 ദിവസം മുൻപാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. എന്നാൽ പമ്പിംഗ് ഇല്ലാത്ത സമയമായിരുന്നതിനാൽ കർഷകരോ ജനപ്രതിനിധികളോ ഇക്കാര്യം അറിഞ്ഞില്ല. പമ്പിംഗ് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോഴാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച കാര്യം ജലസേചന ഉദ്യോഗസ്ഥർ പറഞ്ഞറിയുന്നത്. 3 ജലസേചന പദ്ധതികളിലുമായി 7 കോടിയോളം രൂപയുടെ വൈദ്യുതി ബിൽ കുടിശ്ശികയുണ്ടെന്നാണ് KCB ഉദ്യോഗസ്ഥർ പറയുന്നത്. തുടർച്ചയായ 3-ാം വർഷമാണ് ഈ ജലസേചന പദ്ധതികളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത്. 2022 വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചപ്പോൾ അൻവർ സാദത്ത് MLA KCB ജലസേചന വകുപ്പുകളുടെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ജലസേചന വകുപ്പ് കുടിശ്ശിക തീർക്കുമെന്ന ധാരണപ്രകാരം KCB വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.